തോക്കാണ് പൊട്ടും. ശോഭരാജ്, ശോഭരാജ്, എന്റെ അന്യ അവരെങ്ങോട്ട് കൊണ്ടുവന്നറിയോ? എനിക്കറിയില്ല. അതെ, കർത്താവിനോർത്ത് ഒരു ഉപകാരം ചെയ്യോ? ഈ കന്യാസുരേഷം കഴിച്ചു വെച്ച സിസ്റ്റർക്ക് കല്യാണം കഴിച്ചൂടെ? എങ്കിൽ പിന്നെ സിസ്റ്ററുടെ അപ്പച്ചന് കൊടുക്കാനുള്ള 3 ലക്ഷം ഇവിടെ കടത്തി ഞാൻ. അതെ, ഞാൻ നോക്കിക്കായിരുന്നു. തക്ക സമയത്ത് എത്തി. പരമറാസ്കൽ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ നിങ്ങളുടെ മോളെ പൊക്കി. നിങ്ങളുടെ വംശനാശം വന്ന കുടുംബം നിലനിർത്തണ്ടേ? വേണം. എന്നെ വേഗം കൊണ്ടുപോക്കോ. സത്യമാണ് നീ പറയുന്നത്? അവിടെ സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ തന്നെ വേണമെന്നാ പറയുന്നേ. എന്തോന്ന് കല്യാണം? എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായോ ഡിക്റ്റേറ്റർ ഹെൻറിയുടെ ബുദ്ധിശക്തി? ഇങ്ങനെ പ്രാന്തമാരെ പോലെ ഇരുന്ന് ചിരിക്കേണ്ട, വേഗം പിടിച്ചോണ്ട് പോ. മനസ്സ് മാറുന്നതിന് മുമ്പ് മനസ്സമ്മ നിർത്ത്. താങ്ക് യു അണ്ണേ, കൈൻ്റെ വേഗം പിടിച്ചോണ്ട് പോ. സത്യമാണ് മോളെ ഞാൻ കേട്ടത്. നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോ? കർത്താവേ, ഈ പാപികൾക്ക് മാപ്പ് കൊടുക്കണമേ. ഒന്ന് വേഗം കയറോ. നല്ലോണം കെട്ടിട്ടോ. അവനെ ശരിക്കും കെട്ടിയില്ല. കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നോടാ. അച്ഛനാണ്. അത് ശരി, അപ്പൊ അച്ഛന്മാരാണ് ഇപ്പം അമ്മമാരെ തട്ടിക്കൊണ്ടു പോകുന്നത് അല്ലടാ? അയ്യോ, ഇത് അന്നയുടെ സ്വന്തം അച്ഛനാ. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. എന്റെ കയറി. നമ്മുടെ അന്നയെ അവര് തട്ടിക്കൊണ്ടുപോയി. അയ്യോ കർത്താവേ. അതേ തന്നെ. മറ്റേ അന്ന, ആ അന്ന, ഈ അന്ന, മറ്റേ അന്ന, മറിച്ച അന്ന. എന്നാ ഇത് ടോട്ടലി കൺഫ്യൂസ്ഡ്. എങ്ങോട്ടാ കൊണ്ടുപോയത്? അങ്ങോട്ടാ കൊണ്ടുപോയത്. എല്ലാരും കയറി ജീപ്പില്. ഡിക്റ്റേറ്റർ ഹെൻറി IPC. ജീപ്പില് ജീപ്പില് വണ്ടി പോട്ടെ. അവളെ ഇങ്ങോട്ടെ കൊണ്ടുപോയി പറഞ്ഞോ? ഇല്ല, ഒബ്ലാങ്കേറ്റിൽ അടി കിട്ടിയതോടെ അവന്റെ ബോധം പോയി. കുറച്ച് വെള്ളം എടുത്ത് തളിക്കണോ? ആ വെള്ളത്തിനിപ്പം കുപ്പിയുണ്ട്, പക്ഷെ വെള്ളമില്ല. അയ്യോ, ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ. ഇത് നോക്കല്ലേ. അയ്യേ, നാണമില്ലാത്തത്. വെറുതെ അറപ്പിക്കാതെ. അയ്യോ, 100 മില്ലിയേ കിട്ടിയുള്ളൂ. ഒന്ന് വേഗം ചോദിക്കണോ. അവന്റെ മുഖത്തൊന്നും തളിക്കട്ടെ. അയ്യേ, കൊന്നുകളയും ഞാൻ. എവിടേക്കാണ് എന്നെ കൊണ്ടുപോയത്? ഇല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ് എടുത്തെറിയും നിന്നെ. ലേക്കിനടുത്തുള്ള സിൽവർ ബംഗ്ലാവിലേക്ക്. അതെവിടെ? വഴി എനിക്കറിയാം, കിട്ടോ. നിങ്ങൾ എന്തോ എന്റെ മുഖത്തൊഴിച്ചേ? സാത്തുക്കുടി ജ്യൂസാ. വല്ലാത്തൊരു ഉപ്പ് രസം. ഈ മിക്സിയിലടിക്കുന്ന ജ്യൂസിന് ഇത്തിരി ഉപ്പ് കൂടുതലാ. കേട്ടോന്ന് അഴിച്ചു തരാമോ? അവിടെ ചെന്നിട്ട് പാലുകൊടുത്ത് വിട്ടോ, അവന്മാര് പുറകെ തന്നെ ഉണ്ട്. ഞാനിത് എവിടെ പോയിരുന്നു? ഞാൻ ഒരു ചായ കുടിക്കാൻ പോയിരുന്നു. മിടുക്കി, ഒടുവിൽ നീ എന്റെ മുന്നിൽ തന്നെ എത്തി. എന്തിനാ ഭയക്കുന്നത്? ഈ ചേട്ടനും നിന്റെ മമ്മിയും നിന്നെ കാണാതെ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? ദേ മമ്മി അകത്തുണ്ടോ, ചെല്ലേ. മമ്മി, ദേ അന്ന വന്നു. മമ്മി കണ്ണു തുറക്കുന്നില്ലല്ലേ? തള്ള ചാവാൻ നേരത്ത് അവർക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, എത്രയും വേഗം നിന്നെ കൂടെ അങ്ങോട്ട് അയച്ചേക്കാമെന്ന്. നിനക്കും തള്ളയ്ക്കൊക്കെ സ്വന്തം ജീവനേക്കാൾ വലുതാണല്ലോ സ്വത്ത്, അല്ലേടി? എടി
അതെ, ഞാനാണ് വഴി പറഞ്ഞെന്ന് പറയരുത്, എന്റെ ഷെയർ കട്ടാവും. എന്റെ അന്ന എവിടെ? അമ്മയോ? അതെ, തന്റെ അമ്മ. അമ്മ വീട്ടിലുണ്ട്. അയ്യോ, അഴിച്ചുവിടോ. ഐഡിയ വാടപ്പിലാക്ക്. നിനക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ല, പൗലോച്ച തക്ക സമയത്തെത്തി. എന്താ ഇത്? അവരിൽ നിന്ന് ഇടിച്ച് നീ ചത്തുപോയാലേ എന്റെ 3 ലക്ഷം രൂപ പോവും. എനിക്കിതിനെ അടിക്കാം. സോറി വിക്രം സാറേ. എപ്പോഴും എപ്പോഴും കർത്താവ്. ഇവളെ മടത്തി നടക്കാൻ നിങ്ങൾ കാണിച്ച പണിയാണ് ഇത്രയും ഗുലുമാലൂടെ ഉണ്ടാക്കിയത്. അമ്മച്ചൻ ഇനി തിരിച്ച് പാലേക്ക് പോയില്ലെങ്കിൽ ഞാൻ ഈ കൊക്കയിൽ ചാടി ആത്മഹത്യ ചെയ്യും. എന്ത് മോളെ? എന്ത് പറ്റിച്ചാ? എന്ത് പറ്റിയതാ? നീയാണത് മുഴുവൻ പറ്റിച്ചത്. നിന്നോട് ഒടുക്കത്തെ ഐഡിയ സിഐഡി പന്നി.
ചാൾസേ, ദാ പിടിച്ചോ. കേറിക്കോ. ജീപ്പിന് താഴേന്ന് മറിക്കോ. കർത്താവ് നിനക്ക് തന്ന മണവാട്ടിയാണ് ഇവള്. ഇവളെ നീ ഒരിക്കലും കൈവിടല്ല.